പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ പ്രശാന്ത്, കണ്ണൂർ ചെന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ലൈബ്രറിയിലാണ്. നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആകസ്മികമായി നമ്മെ വിട്ടുപിരിഞ്ഞ ഡോക്ടർ HK കൗളിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ്. കണ്ണൂരിലെ അക്കാദമിക് പബ്ലിക് ലൈബ്രറി കോൺഗ്രസും APJ അബ്ദുൽ കലാം ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററും ചേർന്നിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ലൈബ്രറി സയൻസ് മേഖലയിലുള്ള ഏവർക്കും ഏറെ പരിചിതനായ ഒരു സൗമ്യനായ വ്യക്തിത്വമായിരുന്നു ശ്രീ HK കൗളിൻ്റേത്. ഏതാണ്ട് 50 വർഷം നീണ്ട അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വിവിധങ്ങളായ ദേശീയ അന്തർദേശീയ സമ്മേളനങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ലൈബ്രറി നെറ്റ്വർക്കിംഗ് രംഗത്ത് റിസോഴ്സ് ഷെയറിംഗ് മേഖലയിൽ ഈയൊരു ആധുനിക ടെക്നോളജികൾ കടന്നു വരുന്നതിന് മുമ്പേ എങ്ങനെ റിസോഴ്സുകൾ ഷെയർ ചെയ്യാം ഒരു നെറ്റ്വർക്കിലൂടെ എന്ന് പ്രാവർത്തികമായി കാണിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. ഡൽഹി നെറ്റ്വർക്ക് എന്ന പേരിൽ തുടങ്ങി പിന്നീട് ഡെൽനെറ്റായി മാറിയ അതിന്റെ സ്ഥാപകനും ഡയറക്ടറുമൊക്കെയായിരുന്നു ഡോക്ടർ കൗൾ. അതിനോടൊപ്പം തന്നെ ലൈബ്രറിയന്മാർക്കറിയാം, ഇന്ത്യയിൽ നടക്കുന്ന പ്രധാന ഒരു ദേശീയ ലൈബ്രറി സമ്മേളനമാണ് നാക്ലിൻ. അതിന്റെയും സംഘാടകനായി വളരെയേറെക്കാലം മികച്ച ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ ഏവരും പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നാക്ലിൻ. അപ്പൊ ഇതിന്റെയൊക്കെ സംഘാടക മികവിൽ നിന്നുകൊണ്ടിരുന്ന് നമ്മുടെ ലൈബ്രറി സയൻസ് മേഖലയിൽ ഒരു വഴികാട്ടിയായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആകസ്മിക നിര്യാണത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ചടങ്ങിലൂടെ നടത്തുന്നത്. ഇതിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് കേരളത്തിലുള്ള ലൈബ്രറി സയൻസ് മേഖലയിലെ ഏറെ തലമുതിർന്ന അധ്യാപകരും ലൈബ്രറിയന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിൽ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ PK വിജയകുമാർ സാർ, കേരള യൂണിവേഴ്സിറ്റിയിലെ മുൻ ലൈബ്രറി സയൻസ് വിഭാഗം തലവനും കേരള ലൈബ്രറി അസോസിയേഷന്റെ പ്രസിഡന്റുമാണ്. സാറെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം HK കൗളിനെ പ്രവർത്തന മേഖലയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ സെന്തിൽ കുമരൻ സാർ, കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഡെപ്യൂട്ടി ലൈബ്രറിയനാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം നമ്മളോട് അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ AT ഫ്രാൻസിസ് സാർ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയനാണ്. സാറെ സ്വാഗതം ചെയ്യുന്നു. V ശ്രീറാം സാർ, തിരുവനന്തപുരം CDSലെ ലൈബ്രറിയനാണ്. സാറെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സുരേന്ദ്രൻ ചെറുകോടൻ, കുസാറ്റ് ലൈബ്രറിയുടെ അസിസ്റ്റന്റ് ലൈബ്രറിയാണ്. സാറെ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മളോട് പങ്കുചേരുന്നു ശ്രീ വിനോദ് കുമാർ, ശ്രീ അശോക് തോമസ്. വിനോദ് കുമാർ കാസർഗോഡ് LBSലെ ലൈബ്രറിയനാണ്. അശോക് തോമസ് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫഷണൽ അസിസ്റ്റന്റാണ്. ഏവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൗളിന്റെ ആകസ്മിക നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിനായിട്ട് ശ്രീ PK ബൈജുവിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ ഈ നവമാധ്യമത്തിൽ ഓൺലൈൻ വെബിനാറിൽ നമ്മളിവിടെ പരസ്പരം അറിയുക പോലും ചെയ്യാതെ പലരുമാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇങ്ങനെ ഒത്തുകൂടാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ HK കൗൾ, ഹരികൃഷ്ണൻ കൗൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ HK കൗൾ നമ്മുടെ രാജ്യത്തിനെ മാത്രമല്ല ഏഷ്യയിലെയും ലോകത്ത് തന്നെ ഗ്രന്ഥശാല, ലൈബ്രറി, അക്കാദമിക് ലൈബ്രറി രംഗത്തുള്ള ഒരു വലിയ മാറ്റത്തിനുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് മരണപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരിക്കും അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ള എല്ലാവരും ഉണ്ടാകുക. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം ലൈബ്രറി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറെ പ്രിയങ്കരനും പരിചയപ്പെട്ടുള്ള ഒരാളാണ് ഡോക്ടർ HK കൗൾ. എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ പരിചയം എന്നുള്ളത് 2014 പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അവിടെ വെച്ചുകൊണ്ടാണ് ഡെൽനെറ്റ് എന്ന് പറയുന്ന ഒരു സമ്മേളനം
അഖിലേന്ത്യാ തലത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകരുടെ ലൈബ്രറിമാരുടെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. കണ്ണൂർ ജില്ലാ സെൻട്രൽ ലൈബ്രറിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളവിടെ പങ്കെടുത്തു. അന്ന് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരുന്നത്, ആ സെമിനാർ 3 ദിവസം നടക്കുന്ന വളരെ പ്രലാഹമായിട്ടുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അന്നത്തെ രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം അന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചത്, കേരള മാതൃകയിലുള്ള ഗ്രന്ഥശാലകൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകൾ വളർന്നു വരണം, അങ്ങനെ അക്കാദമിക് ലൈബ്രറികളും പബ്ലിക് ലൈബ്രറികളും തമ്മിലുള്ള ഒരു വലിയ ബന്ധം ഉണ്ടാകണം എന്നുള്ള ഒരു സന്ദേശം ബഹുമാനപ്പെട്ട അന്നത്തെ APJ നൽകുകയുണ്ടായി. തുടർന്ന് ഈ ഒരു സന്ദേശം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ പൊതു ഗ്രന്ഥശാലകൾ, ഞാനൊക്കെ ഈ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ പൊതു ഗ്രന്ഥശാല പ്രവർത്തകർക്ക് വലിയ ഊർജ്ജം നൽകുന്ന ഒരു സന്ദേശമായിരുന്നു അന്ന് പ്രിയപ്പെട്ട APJ നൽകിയത്. അതിന് കാരണമായിട്ടുള്ളത് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ഡോക്ടർ HK കൗളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള നാക്ലിൻ എന്ന് പറയുന്ന സെമിനാർ, ഡെൽനെറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നാക്ലിൻ സെമിനാർ, ആ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടാണ് APJ ഇങ്ങനെയൊരു സന്ദേശം ഉയർത്തിയിട്ടുള്ളത്. ആ APJയുടെ പേരിലുള്ള ഒരു പ്രവർത്തിക്കുന്ന ലൈബ്രറി, APJ അബ്ദുൽ കലാം മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ അത്രയധികം ലൈബ്രറികളൊന്നും വന്നില്ല, ഇനി ഭാവിയിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് APJയുടെ ഒരു ശാസ്ത്ര രംഗത്ത് അല്ലെങ്കിൽ അക്കാദമിക് രംഗത്ത് പബ്ലിക് രംഗത്തെല്ലാം തന്നെ ഇതിനെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ലൈബ്രറി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നേതൃത്വത്തിൽ കൂടിയാണ് ഇത്തരമൊരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം നേരത്തെ കോളിൻ്റെയൊക്കെ ആഗ്രഹം പോലെ അക്കാദമിക് ലൈബ്രറികളും പബ്ലിക് ലൈബ്രറികളും തമ്മിലുള്ള ഒരു വലിയ ബന്ധം ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5-6 മാസം തന്നെ ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലൊക്കെ നേതൃത്വത്തിൽ അക്കാദമിക് ലൈബ്രറിമാരും പബ്ലിക് ലൈബ്രറിമാരും ചേർന്നുള്ള ഒരു 2 ദിവസ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതിലാണ് അക്കാദമിക് ലൈബ്രറി പബ്ലിക് ലൈബ്രറി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സ്ഥിരം സംവിധാനം എന്നുള്ളൊരു ആശയം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അങ്ങനെ അക്കാദമിക് പബ്ലിക് ലൈബ്രറി കോൺഗ്രസിൻ്റെയും APJ അബ്ദുൽ കലാം ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെയും നേതൃത്വത്തിലാണ് ഇത്തരമൊരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. HK കൗളിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിൽ അദ്ദേഹത്തെ പരിചയമുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടെ അനുസ്മരിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ മേഖലയെല്ലാം തന്നെ സാധാരണ ഒരു ലൈബ്രറി എന്നതിനപ്പുറത്തേക്ക് നല്ലൊരു കവി, നല്ലൊരു സാഹിത്യകാരൻ എന്നീ നിലകളിലെല്ലാം തന്നെ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. നാഷണൽ നോളജ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ നേരത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് സമയത്ത് രൂപീകരിക്കുകയും അങ്ങനെ രാജ്യത്തുള്ള വളരെ പ്രധാനപ്പെട്ട ലൈബ്രറികളുടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 1000 കോടി രൂപ അനുവദിക്കുന്ന ഒരു രീതി ഉണ്ടായി. അന്ന് നാഷണൽ നോളജ് കമ്മീഷനിൽ ആ കമ്മീഷൻ്റെ അംഗമായിരുന്നു HK കൗൾ. അങ്ങനെ ആ രീതിയിൽ നമ്മുടെ രാജ്യത്തുള്ള ഗ്രന്ഥശാലകളെ, ലൈബ്രറികളെ, അക്കാദമിക് ലൈബ്രറികളെയും പബ്ലിക് ലൈബ്രറികളെയും അതിൻ്റെ ബഹുമുഖമായ പ്രവർത്തനങ്ങൾക്ക് വളരെ വിപുലീകൃതമായിട്ടുള്ള കൂടിച്ചേരലുകളും എല്ലാം ആവശ്യമാണെന്ന് കണ്ട് അതിനെ ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള അറിവുകളെ സംശീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൻപുറത്തേക്ക് നമ്മുടെ കോളേജ് ലൈബ്രറികൾ അല്ലെങ്കിൽ മറ്റ് ലൈബ്രറികളെല്ലാം എത്തിക്കുന്നതിനുള്ള ഒരു വലിയ നിതാന്ത പരിശ്രമം അദ്ദേഹത്തിന് നടക്കുകയുണ്ടായി. അതിൻ്റെ സോഫ്റ്റ്വെയർ രംഗത്ത് അതിൻ്റെ പുതിയ ഏതൊക്കെ മാതൃകയാണ് ഇതിന് വേണ്ടത് അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഡോക്ടർ കൗൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഈ കോവിഡ് മഹാമാരി ഇല്ലെങ്കിൽ നമ്മുടെ ഒത്തുചേരൽ ഇതുപോലെ ആയിരിക്കില്ല. പക്ഷെ ഒരുപക്ഷെ കോവിഡ് ഇല്ലെങ്കിൽ കൗളിനെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. ഈ ഒരു മഹാമാരിയിലാണ് കൗളിനെ പോലുള്ള ഒരു ബഹുമുഖ പ്രതിഭ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മെ ഏറെ ദുഃഖിപ്പിക്കുന്നതാണ്. ഈ സമയത്ത് ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. നമ്മുടെ ഒരു പരിമിതി ഈ ഓൺലൈൻ ആകുമ്പോൾ ഉണ്ടാകുന്നൊരു പരിമിതി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള നിരവധി ലൈബ്രറിമാർ, അക്കാദമിക് ലൈബ്രറിമാർ, പ്രൊഫഷണലുകൾ എല്ലാം തന്നെ ഇവിടെ സംസാരിക്കാനുണ്ട്. ഒട്ടേറെ ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി VC ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചെറിയ സാങ്കേതിക തടസ്സം കാരണം ഈ ഗ്രൂപ്പിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. അദ്ദേഹമെല്ലാം അവരുടെ പേരിൽ അനുശോചനം രേഖപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം പേരിൽ ഡോക്ടർ കൗൾ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഒരു പുതിയ പന്താവിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ നാട് ഈ പറയുന്ന പബ്ലിക് ലൈബ്രറി അതുപോലെ തന്നെ അക്കാദമിക് ലൈബ്രറി അതിൻ്റെ കോൺഗ്രസ്, അക്കാദമിക് പബ്ലിക് ലൈബ്രറി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സ്ഥിരം സംവിധാനം കടക്കുമ്പോൾ കൗൾ നൽകിയ സംഭാവന, ഡോക്ടർ കൗൾ നൽകിയ സംഭാവന നമുക്ക് എപ്പോഴും ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള സംഗീത കൗൾ, ഒരുപക്ഷെ ഇവർ രണ്ടുപേരുടെയും കൂടി പ്രവർത്തനം വലിയ ഊർജ്ജമാണ്. ഏതൊരു സെമിനാറിന് പോയി കഴിഞ്ഞാലും അവർ കാണിക്കുന്ന സംഘാടക പാഠവത്വം അത് ഞങ്ങൾക്കാണ് വലിയ ഊർജ്ജമാണ്. ഞങ്ങൾ കണ്ണൂരിൽ നിരവധി തവണ, അതിനുശേഷം നിരവധി തവണ ലൈബ്രറി പഠന കോൺഗ്രസ് സംഘടിപ്പിക്കാൻ തയ്യാറായി. അതിന് തയ്യാറായത് ഇതുപോലുള്ള ആളുകളുടെ നൽകിയിട്ടുള്ള സന്ദേശവും അവർ കാണിക്കുന്ന ഊർജ്ജവുമാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള ഒരു മാതൃക കാണിക്കുന്നത്. ഡോക്ടർ കൗളിൻ്റെ നഷ്ടം എന്ന് പറയുന്ന ഒരു പക്ഷേ ഈ ലോകത്ത് ഗ്രന്ഥശാല രംഗത്ത്, ലൈബ്രറി രംഗത്ത് ഒരു വലിയ നഷ്ടമാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല.
പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നഷ്ടം നമുക്ക് നികത്താൻ വേണ്ടി സാധിക്കുന്നത് കൂട്ടായ പ്രവർത്തനം വഴിയാണ്. നമുക്കിനിയും അദ്ദേഹം നൽകിയിട്ടുള്ള ഈ സന്ദേശവും അദ്ദേഹം നൽകിയ പാഠവും അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനവും എല്ലാം തന്നെ നമുക്ക് ലൈബ്രറി രംഗത്ത് മാതൃകയാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതായിരിക്കും അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ അനുസ്മരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഡെപ്യൂട്ടി ലൈബ്രറിയൻ ഡോക്ടർ സെന്തിൽ കുമാർ സാറാണ്. അദ്ദേഹം അനുസ്മരണ സമയത്തോടുകൂടി ഡോക്ടർ കൗളിനെ ഒന്ന് ആമുഖമായി പരിചയപ്പെടുത്തിക്കൊണ്ട് അനുസ്മരണം നടത്തും. അതിനുവേണ്ടി ഡോക്ടർ സെന്തിൽ കുമാരൻ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ പി സെന്തിൽ കുമരൻ, ഡെപ്യൂട്ടി ലൈബ്രറിയൻ ആയിട്ട് കേരള സർവകലാശാലയിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഡോക്ടർ കൗളിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. ഞാൻ ആദ്യമായി കൗൾ സാറിനെ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വർക്ക്ഷോപ്പിൽ കണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ലൈബ്രറി പ്രൊഫഷണൽക്കാർക്ക് എൻകറേജ് ആയിരുന്നു. പിന്നെ കൗൾ സാറിനെ 2008 ഡൽഹിയിൽ IITയിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡെൽനെറ്റ് മെമ്പർഷിപ്പേയും പിന്നെ സർവീസെ കുറിച്ചും സംസാരിച്ചു. മെമ്പർഷിപ്പ് എടുത്ത ശേഷം ഡെൽനെറ്റ് മീറ്റിംഗ് പോയിരുന്നു. അപ്പോൾ 2020 സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഒരു വർക്ക്ഷോപ്പ് നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കോവിഡ് പാൻഡമിക് ആയതുകൊണ്ട് CUK നടത്താൻ പറ്റില്ല. അതേസമയം ഡോക്ടർ കൗൾ 1/7/2020 8 മണി രാവിലെ അന്തരിച്ചു. നാം അദ്ദേഹത്തിന്റെ ലൈബ്രറി സർവീസെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഡോക്ടർ കൗൾ സാർ നല്ല എഴുത്തുകാരനാണ്, കവിയാണ്, സിറന്ത സൂചിക. ഡോക്ടർ കൗൾ ലൈബ്രറിയിൽ വിശാലമായ 40 കൊല്ലം അനുഭവമുണ്ട്. மற்றும் ലൈബ്രറി സ്പെഷ്യലിസ്റ്റുമായി. ഡോക്ടർ കൗൾ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് മുംബൈ സർവകലാശാലയിലും പിന്നെ PhD ഡിഗ്രി ഇൻ ലൈബ്രറി നെറ്റ്വർക്കിൽ പൂനെ സർവകലാശാലയിലും ലഭിച്ചെടുത്തു. ഡോക്ടർ കൗൾ ലൈബ്രറി സയൻസ് മേഖലയിൽ നിരവധി അവാർഡുകൾ ലഭിച്ചു. ഡോക്ടർ കൗൾ ഇന്ത്യൻ നാഷണൽ കമ്മീഷൻ ഫോർ യുനെസ്കോ അംഗമായിരുന്നു. മേജർ നാഷണൽ കമ്മീഷൻ ഹൈ പവർ ഇൻ മിനിസ്ട്രി ഓഫ് കൾച്ചറിൽ അംഗമായിരുന്നു. ഉപദേശക സമിതി അംഗം, ദേശീയ ലൈബ്രറി അംഗമായിരുന്നു. രാജാറാം മോഹൻ റായ് ലൈബ്രറി ഫൗണ്ടേഷനിൽ അംഗമായിരുന്നു. ഡൽഹി ലൈബ്രറിയിൽ അംഗമായിരുന്നു. ഫുൾ ബ്രൈറ്റ് പ്രൊഫഷണൽ ഫെലോഷിപ്പ് ഇൻ ലൈബ്രറി സയൻസ് അംഗമായിരുന്നു. ഡോക്ടർ കൗൾ ആദ്യത്തെ സ്വയം പിന്നോയ്ക്കുന്ന ലൈബ്രറി നെറ്റ്വർക്ക് വികസിപ്പിച്ചെടുത്തു. ഡോക്ടർ കൗൾ 1988 നാഷണൽ കൺവെൻഷൻ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ നെറ്റ്വർക്കിംഗ് നാക്ലിൻ തുടങ്ങി. 1000 ലൈബ്രറി എക്സ്പേർട്സ് ഇതിൽ ബെനിഫിറ്റ് ആയത്. പിന്നെ കൗൾ സാർ 49 ബുക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ബുക്ക് 1972 പബ്ലിഷ് ആയത്. പിന്നെ ഹി ഈസ് ഇന്റർനാഷണൽ എക്സ്പേർട്ട് ഇൻ ലൈബ്രറി നെറ്റ്വർക്ക്. In network, more than 1000 libraries gives access to 60 lakh records of books, articles, journals, etc., offering library management software subscribed rates. Interlibrary loan facilities are there. Delnet 1988 തുടങ്ങി. Dr. Cole is a director of Delnet. It was initially supported by National Information System for Science and Technology, NISAT, Department of Scientific and Industrial Research, Government of India. Objective of Delnet is promoting resource sharing among libraries. A major aim is to collect, store and disseminate information to reduce necessary duplication work. To develop bibliographic database of books, Delnet is actively engaged with the compilation of various union catalog of the resources available to members library, union catalog of books, union list of current periodicals, CD-ROM database, database of Indian specialists, database of periodical articles, Urdu manuscript database, database of thesis and dissertation, etc. Delnet also provide access to full text e-resources and journals, agricultural journals, architect, arts and science, dental, education, engineering and technology, medical science, hotel management, law, library and information science, management, nursing, pharmacy. Delnet
provide a software solution to libraries for library management. Delnet provide Dell Plus software free of cost to the members libraries for library automation purpose. Delnet membership is 19,500, renewal 13,500. Delnet also provide guest house facility to the academician institutional membership. സോ ഇത്രയും പറഞ്ഞതുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. താങ്ക് യു. Friends, it is with a grief-stricken and sorrowful heart that I am doing this video. Usually, I keep off from making condolence speeches for fear of being emotional. But when it comes to Dr. Kaul, whom I really adore, I am unable to shy away. I have used the word adore due to the fact that I have a mixture of feelings towards him: love, respect, awe, and whatnot. We know each other only for the last 20 years, but came into intimate contact only after 2005. In fact, she wanted to organize some programs of Delnet in Kerala with the collaboration of Kerala Library Association. Whenever he comes to Trivandrum, he stays in Hotel Pankaj, a very good hotel just opposite to the government secretariat. One day, my friend, Mr. Sadashivan, and I met him at the hotel and had a lengthy conversation on various issues related to the LIS profession. I was wonderstruck by the depth of his knowledge, perception, and vision. Till then, I knew him only as the director of Delnet. But that dialogue made a lasting impression on me that I went through his biodata. My respect towards him multiplied several fold. In fact, we printed the entire conversation with him as an interview in the KLA newsletter, which occupied some 4 or 5 pages. As all of you know, he was the Chief Librarian of India International Center, New Delhi, for about 4 decades, which groomed his perceptions and vision. Then he built up the Delnet, the Developing Library Network. There was a number of library networks in India: Calibnet, Malibnet, Burnet, Adinet, and only one Delnet remains now in the syllabi of library schools. I used to teach all these things, but now only this one remains. Delnet has grown into a network of more than 6,500 libraries, making its presence in all the states and union territories of the country and even outside India. There is no need to elaborate this aspect. I should say Dr. Kaul was the veritable leader of the profession in the country. In our profession, the number of leaders with such charming and impressive personality, with the meticulous communication skills, and few and far between. Same is the case with personalities with exceptional talents. He blends in himself. A dynamic professional, bibliographer, historian, above all, a poet. He birthed to Poetry Society, India, and served as the first secretary and later became the president. In addition to the propagation of Delnet, he travels throughout the country for the selection of deserving literatures for the prestigious awards instituted by the Poetry Society. Whenever he comes to Trivandrum, he makes it a point to invite us and host us, and he never allowed us to host him. Once the separate campus of the Delnet came up in Delhi, he was keen to host me there also. NACLIN, the annual conference, is another contribution made by him, which provided a rare opportunity for the professionals. I can speak at length about my association with him, but I stop paying glowing tributes to the doyen of the profession. And I have only one request to my friends: just to read his book,
that came out in 2017, Empowering Libraries, Strategies for Future, which crystallizes his vision of the profession. All his perceptions are clear from this book. Thank you very much for giving me an opportunity to talk to you on this occasion. Thank you. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഡോക്ടർ എ ടി ഫ്രാൻസിസ്, കേരള കാർഷിക സർവകലാശാലയുടെ ചീഫ് ലൈബ്രറിയൻ. 2 ദിവസം മുൻപ് അന്തരിച്ച ഡോക്ടർ എച്ച് കെ കൗളിനെ അനുസ്മരിച്ചുകൊണ്ട് അക്കാഡമിക് പബ്ലിക് ലൈബ്രറി കോൺഗ്രസും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറിയും ചേർന്ന് കണ്ണൂരിൽ ഒരു അനുസ്മരണ സമ്മേളനം നടത്തുന്നു എന്നത് ഏറ്റവും ഉചിതമായ കാര്യമാണ്. എന്നെ അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. 1993 ബാംഗ്ലൂരിലെ ഡോക്യുമെൻറ്റേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ എന്ന അന്താരാഷ്ട്ര പ്രശസ്തമായ ലൈബ്രറി സയൻസ് ഡോക്യുമെൻറ്റേഷൻ പരിശീലന കേന്ദ്രമായ DRTCയിൽ വെച്ച് ആണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത്. നാഷണൽ സെമിനാർ ഓൺ ലൈബ്രറി നെറ്റ്വർക്കിംഗ് ഇൻ ഇന്ത്യ എന്ന സെമിനാറിൽ കൊച്ചിൻ ലൈബ്രറി നെറ്റ്വർക്ക് എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. കൊച്ചിയിലുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷനോഗ്രാഫിക് ലാബ്, അതിലെ പ്രതിനിധിയായാണ് ഞാൻ അവിടെ എത്തുന്നത്. ഡോക്ടർ നീലമേഘൻ, ഡോക്ടർ സീതാരാമ, ഡോക്ടർ IK രവിചന്ദ്ര റാവു, ഡോക്ടർ ARD പ്രസാദ്, ഇൻഫർമാറ്റിക്സ് തലവനായ സത്യനാരായണ, അങ്ങനെ പ്രഗത്ഭമതികളായ ധാരാളം വ്യക്തികളുടെ ഒരു സംഗമവേദി കൂടിയായിരുന്നു അത്. ഞാൻ അവതരിപ്പിച്ച DRDO സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ അവതരിപ്പിച്ച കൊച്ചിൻ ലൈബ്രറി നെറ്റ്വർക്ക് നിസാറ്റിൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹകരണത്തോടു കൂടി സ്ഥാപിച്ച് നടപ്പിലാക്കണം എന്നതായിരുന്നു എൻ്റെ പ്രപ്പോസൽ. എന്നാൽ ഡോക്ടർ കൗൾ അതിന് ശക്തിയായി എതിർക്കുകയും അത് പ്രായോഗികമായി നിലനിൽക്കുന്നതല്ലെന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്തു. കൽക്കട്ട ലൈബ്രറി നെറ്റ്വർക്ക്, ബോംബെ ലൈബ്രറി നെറ്റ്വർക്ക്, പൂനെ ലൈബ്രറി നെറ്റ്വർക്ക്, മദ്രാസ് ലൈബ്രറി നെറ്റ്വർക്ക് എന്നിവയുടെ മാതൃകയിൽ കൊച്ചിൻ ലൈബ്രറി നെറ്റ്വർക്ക് വേണമെന്നായിരുന്നു എൻ്റെ വാദഗതി. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വാദമാണ് ശരി എന്ന് വ്യക്തമായി. കാരണം മറ്റെല്ലാ നെറ്റ്വർക്കുകളും ലൈബ്രറി നെറ്റ്വർക്കുകളും ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ആകെ കൂടി ഡെവലപ്പിംഗ് ലൈബ്രറി നെറ്റ്വർക്ക്, ഡൽഹി ലൈബ്രറി നെറ്റ്വർക്ക് എന്ന പേരിൽ സ്ഥാപിച്ച ഡെവലപ്പിംഗ് ലൈബ്രറി നെറ്റ്വർക്ക് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നതാണ് സത്യം. ഈ ഡെൽനെറ്റിനെ വളരെ വലിയൊരു പ്രസ്ഥാനമായി ലൈബ്രറി സഹകരണത്തിൻ്റെ, ഇൻ്റർ ലൈബ്രറി ലോൺ സേവനങ്ങളുടെ, ലൈബ്രറി ഓട്ടോമേഷൻ്റെ, ഡിജിറ്റൈസേഷൻ്റെ ഇങ്ങനെയുള്ള മേഖലകളിൽ ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഡോക്ടർ കൗൾ വഹിച്ച പങ്ക് വളരെ നിസ്തുലമാണ്. നാക്ലിൻ എന്ന പേരിൽ ഒരു ദേശീയ സമ്മേളനം എല്ലാ വർഷവും നടത്തുന്നു. ലൈബ്രറിമാരുടെ വളരെ ശക്തമായ സാന്നിധ്യമുള്ള ഈ സമ്മേളനം വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. നാഷണൽ നോളജ് കമ്മീഷൻ, ഡോക്ടർ സാം പെട്രോഡയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന നാഷണൽ നോളജ് കമ്മീഷൻ്റെ പ്രവർത്തനത്തിലും ഡോക്ടർ പങ്കാളിയായി. ഡൽഹിയിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു ഡോക്ടർ കൗൾ. ബാംഗ്ലൂരിന് ശേഷം FID ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഡൽഹിയിൽ നടക്കുമ്പോൾ കാലിബർ സമ്മേളനങ്ങളിൽ, യൂണിവേഴ്സിറ്റികളിലെ സെമിനാറുകളിലെല്ലാം
മിക്കവയിലും അദ്ദേഹത്തെ കണ്ടുമുട്ടാറുണ്ട്. അവസാനമായി 2 വർഷം മുമ്പ് കൊച്ചിയിൽ വെച്ച് നടന്ന ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന ദേശീയ സമ്മേളനത്തിൽ വെച്ചാണ് അവസാനമായി കണ്ടത്. എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അക്കാഡമിക് കമ്മ്യൂണിറ്റിക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. ഇന്ത്യയെ മാത്രമല്ല മിക്ക ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളും ഈ ഡെൽനെറ്റിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. വളരെ വില കൂടിയ ജേണലുകളുടെ ഡാറ്റാബേസുകളുടെയൊക്കെ സേവനങ്ങളിലൂടെ ഇൻഫർമേഷൻ ലഭ്യത ശക്തിയായി നടത്തുന്നതിന് ഡെൽനെറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയും പങ്കാളിയായിട്ടുള്ള ഡെൽനെറ്റിൽ ധാരാളം സേവനങ്ങൾ ഞങ്ങളുടെ അക്കാഡമിക് കമ്മ്യൂണിറ്റി അധ്യാപകരും ഗവേഷകരും സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളും ഡെൽനെറ്റിലൂടെ സേവനങ്ങൾ നൽകുന്നതിനും ശ്രമിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹം സ്ഥാപിച്ച ഡെൽനെറ്റ് പ്രസ്ഥാനം, ലൈബ്രറി സഹകരണം, ലൈബ്രറി ഡിജിറ്റൈസേഷൻ, ഓട്ടോമേഷൻ എന്നീ മേഖലകൾ ഏറ്റവും ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇങ്ങനെയൊരു സമ്മേളനം സംഘടിപ്പിച്ച ഭാരവാഹികളോട് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ. ഡോക്ടർ കൗളിൻ്റെ സ്മരണാർത്ഥം ഇങ്ങനെയൊരു അനുശോചന യോഗം നടത്താൻ തീരുമാനിച്ചതിൽ അക്കാഡമിക് പബ്ലിക് ലൈബ്രറി കോൺഗ്രസിനും APJ അബ്ദുൽ കലാം ലൈബ്രറിക്കും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദില്ലിയിൽ കോവിഡ് ബാധയെ തുടർന്നാണ് ഡോക്ടർ കൗൾ കഴിഞ്ഞ ആഴ്ച നിര്യാതനായത്. ഭാരതത്തിലെ ലൈബ്രറി രംഗത്ത് ഒരു നിറസാന്നിധ്യമായിരുന്നു ഡോക്ടർ കൗൾ. 1970കളിലും 80കളിലും ഭാരതത്തിൽ ലൈബ്രറി നെറ്റ്വർക്കിംഗ് രംഗത്ത് ഏറെ ചർച്ചകൾ നടന്നിരുന്നു. അവയെ തുടർന്നാണ് 1988 ആദ്യമായി ഡൽഹി ലൈബ്രറി നെറ്റ്വർക്ക് ഡെൽനെറ്റ് എന്ന പേരിൽ ഡോക്ടർ കൗളിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായത്. ഇത് പിന്നീട് വളർന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഡെവലപ്പിംഗ് ലൈബ്രറി നെറ്റ്വർക്ക് എന്ന പ്രസ്ഥാനമായി തീർന്നിരിക്കുന്നു. ഡോക്ടർ കൗൾ ഒരു സൗമ്യശീലനായ ലൈബ്രറിയനായിരുന്നു. എങ്കിലും ഭാരതത്തിലെ വിശേഷിച്ചും ചെറുപ്പക്കാരായ ലൈബ്രറിയന്മാർക്ക് എല്ലാ കാലഘട്ടത്തിലും വളരെ പ്രചോദനപരമായ രീതിയിൽ അദ്ദേഹം എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. അദ്ദേഹവുമായി പല വേദികളും ചർച്ചകളിലും പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നാക്ലിൻ എന്ന പേരിൽ പ്രശസ്തമായ ഭാരതത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ലൈബ്രറിയന്മാരുടെ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത് ഡോക്ടർ കൗളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം ലൈബ്രറിയന്മാർക്ക് ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്തപ്ത കുടുംബത്തിനും ഡെൽനെറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഞാൻ എൻ്റെ അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. ഹരികിഷൻ കൗൾ എന്ന HK കൗൾ കോവിഡ് രോഗബാധിതനായി അന്തരിച്ച വിവരം വളരെ സങ്കടത്തോടെയും ദുഃഖത്തോടെയുമാണ് ശ്രവിച്ചത്. ഇന്ത്യയിലെ ലൈബ്രറിമാർക്ക്, വിശേഷിച്ചും കോളേജ് സർവകലാശാല ലൈബ്രറിമാർക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത നാമമാണ് HK കൗൾ സാറിൻ്റേത്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് വിപ്ലവം ആരംഭിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ ഇന്ത്യയിലെ ലൈബ്രറികളുടെ നെറ്റ്വർക്ക് സ്വപ്നം കാണുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് കൗൾ സാറിൻ്റെ എക്കാലത്തെയും പ്രസക്തി. 32 വർഷങ്ങൾക്ക് മുമ്പുള്ള, അതായത് 1988 അയാസ്ലിക് ബുള്ളറ്റിൻ്റെ ലക്കങ്ങളിൽ ഇന്ത്യൻ ലൈബ്രറി നെറ്റ്വർക്കിനെ കുറിച്ചുള്ള കൗൾ സാറിൻ്റെ ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 1988 അദ്ദേഹം വിഭാവനം ചെയ്ത ഡൽഹി ലൈബ്രറി നെറ്റ്വർക്ക് ഡെൽനെറ്റ് ആണ് പിൽക്കാലത്ത്
ഇന്ത്യയിലുണ്ടായിട്ടുള്ള ലൈബ്രറി നെറ്റ്വർക്കുകളുടെ ആധാരശില. അതുപോലെ തന്നെ ഡൽഹി ലൈബ്രറി നെറ്റ്വർക്ക് പിന്നീട് ഡെവലപ്പിംഗ് ലൈബ്രറി നെറ്റ്വർക്കായി മാറി ഇന്ത്യയിലാകെ പടർന്നു പന്തലിച്ചു. അതിന് കീഴിൽ അദ്ദേഹം ധാരാളം സേവനങ്ങൾ പരിചയപ്പെടുത്തി. ന്യൂഡൽഹിയിലും കന്യാകുമാരിയിലും കാശ്മീരിലുമൊക്കെയുള്ള ലൈബ്രറികളിൽ അലമാരകൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു ജേണലിൽ നിന്ന് കൊച്ചിയിലും കോട്ടയത്തും ഗവേഷണം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു ലേഖനം ലഭ്യമാവുക എന്നത് സത്യത്തിൽ സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. എന്നാൽ കൗൾ സാറ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. സ്കാനിങ്ങിലൂടെയോ മറ്റു തരത്തിലോ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വരാത്ത ഇന്ത്യൻ ജേണലുകൾക്കും പുസ്തകങ്ങൾക്കും ഇന്നും ആശ്രയിക്കാനുള്ളത്, അല്ലെങ്കിൽ അവയുടെ ലഭ്യത ഇന്നും ഉറപ്പുവരുത്തുന്നത് കൗൾ സാർ തുടങ്ങിവെച്ച ഈ റിസോഴ്സ് ഷെയറിങ്ങിലൂടെ തന്നെയാണ്. അതുപോലെ തന്നെ ലൈബ്രറിമാർക്ക് ട്രെയിനിങ് ആരംഭിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ട്രെയിനിങ് നൽകുന്നതിനെക്കുറിച്ചും നമ്മുടെ വലിയ വലിയ കോൺഫറൻസുകൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ആദ്യ പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കൗൾ സാറിൽ നിന്നാണ്. 2002 ഡെൽനെറ്റിൻ്റെ കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്തത് കുസാറ്റാണ്. അന്ന് അദ്ദേഹത്തെ നേരിൽ കാണുന്നതിനും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നതിനും സാധിച്ചു എന്നുള്ളത് വലിയ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതോടൊപ്പം അദ്ദേഹം മുന്നോട്ട് വെച്ച വലിയ വലിയ സ്വപ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ലൈബ്രറി പ്രൊഫഷണൽസ് ആയ നമുക്ക് വലിയ ബാധ്യതകളാണ് ഉള്ളത് എന്നുകൂടി അനുസ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ വിനോദ് കുമാർ, ലൈബ്രറിയൻ, LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കാസർഗോഡ്. നമ്മുടെ APJ അബ്ദുൽ കലാം പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻറ്റർ കണ്ണൂരും അക്കാഡമിക് പബ്ലിക് ലൈബ്രറി കോൺഗ്രസും സംയുക്തമായി നടത്തുന്ന ഡോക്ടർ HK കൗൾ അനുസ്മരണ യോഗത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഡോക്ടർ HK കൗൾ ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിലെ ഒരു അതികായനായിരുന്നു. 1988 സ്ഥാപിതമായ ഡെൽനെറ്റ്, ഡെവലപ്പിംഗ് ലൈബ്രറി നെറ്റ്വർക്ക്സ്, അതിലൂടെയും അതിനു മുമ്പേ തന്നെ 70കളിൽ തന്നെ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻട്രൽ ലൈബ്രറി ആയിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ലൈബ്രറികളുടെ നെറ്റ്വർക്കിങ്ങിലും അതിലൂടെ സേവനം ഷെയർ ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിൻ്റെ ഫലമായി തന്നെ ചെറിയ തോതിൽ തുടങ്ങിയ ഡൽഹി ലൈബ്രറി നെറ്റ്വർക്ക്, 100 താഴെ അംഗങ്ങളുമായി തുടങ്ങിയ പ്രസ്ഥാനം ഇപ്പോൾ ഏകദേശം 7000 ലൈബ്രറികൾ മെമ്പർമാരായിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ലൈബ്രറികൾ ഇതിലംഗങ്ങളാണ്. അതിൽ നിന്ന് തന്നെ ഡെൽനെറ്റിൻ്റെ പ്രാധാന്യം, അതുപോലെ ഡോക്ടർ HK കൗളിൻ്റെ നേതൃപരമായ പാഠവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കാണുന്നത് 2010 നടന്ന നാക്ലിൻ എന്ന ഡെൽനെറ്റിൻ്റെ വർഷം തോറുമുള്ള സെമിനാർ, 13ാമത് സെമിനാർ ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിൽ വെച്ചാണ് നടക്കുന്നത്. അതിനൊരു പേപ്പർ അവതരിപ്പിക്കാൻ പോയപ്പോഴാണ് ഇതിൽ കാണുന്നത്. അതിനുശേഷം എവിടെയൊക്കെയോ ലൈബ്രറി കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഏറെക്കുറെ അദ്ദേഹം അവിടെ ഉണ്ടാകാറുണ്ട്, ഇതിൽ കാണാറുണ്ട്. ഈ ഡെൽനെറ്റിലൂടെയാണ് ഇന്ത്യയിലെ പ്രത്യേകിച്ച് അക്കാഡമിക് ലൈബ്രറികളുടെ പ്രവർത്തനം, അത് റിസോഴ്സ് ഷെയർ ചെയ്യുന്നതിലും നെറ്റ്വർക്കിങ്ങിലും അതുപോലെ കൺസോഷ്യ ബേസ്ഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലെല്ലാം നമുക്ക് സഹായം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ യാഗസ്മികമായ വേർപാട്
ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് അക്കാഡമിക് ലൈബ്രറികൾക്ക് ഒരു തീരാനഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള ദുഃഖം അറിയിക്കുന്നു. അനുശോചനം രേഖപ്പെടുത്തുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, ഡോക്ടർ എസ് കെ കൗളിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സംഘടിപ്പിച്ച ഈ അനുശോചന യോഗത്തിന് ഇതിൻ്റെ സംഘടകരായ അക്കാഡമിക് പബ്ലിക് ലൈബ്രറി കോൺഗ്രസിനും APJ അബ്ദുൽ കലാം ലൈബ്രറിക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഡോക്ടർ കൗൾ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. സ്പെഷ്യലിസ്റ്റ് ലൈബ്രറിയൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ലൈബ്രറിയൻ, ചരിത്രകാരൻ, സാഹിത്യകാരൻ, ബിബ്ലിയോഗ്രഫർ തുടങ്ങിയ പല മേഖലകളിലും അദ്ദേഹം തൻ്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50 വർഷത്തെ ലൈബ്രറി പ്രവർത്തന പരിചയത്തിൽ നിന്ന് 60ഓളം പുസ്തകങ്ങളും 100-ൽ കൂടുതൽ പ്രബന്ധങ്ങളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ട്രാവലേഴ്സ് ഇന്ത്യ, ഹിസ്റ്റോറിക് ഡൽഹി, എംപവറിംഗ് ലൈബ്രറിയൻസ് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചില കൃതികൾ മാത്രമാണ്. ഒരു മികച്ച സംഘാടകൻ കൂടിയായിരുന്നു അദ്ദേഹം. 1984-ൽ പോയട്രി സൊസൈറ്റിക്കും 1988-ൽ ഡെൽനെറ്റിനും അദ്ദേഹം സ്ഥാപിച്ചു. ഇൻഫോർമേഷൻ എക്സ്പ്ലോഷനെക്കുറിച്ചും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനെക്കുറിച്ചും ഡോക്ടർ കൗളിന് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. ആയതിനാൽ ലൈബ്രറിയന്മാർ ഓരോരുത്തരും നോളജ് എക്സ്പേർട്സ് കൂടി ആയി സ്വയം പരിവർത്തനം ചെയ്താൽ മാത്രമേ ഇന്നത്തെ യൂസേഴ്സിന് വേണ്ടുന്ന ഇൻഫോർമേഷൻ യഥാവിധി പ്രദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് ഇന്ത്യയിലെ തന്നെ 180ഓളം ലൈബ്രറി സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ കോഴ്സിൻ്റെ കരിക്കുലം, സിലബസ് മാറ്റി പുതിയ സാങ്കേതികവിദ്യ കൂടി ഉൾപ്പെടുത്തി പുതുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ലൈബ്രറിയൻ ഒരു നോളജ് എക്സ്പേർട്ട് മാത്രമായാൽ പോരാ, ലൈബ്രറി ഒരു കൺസോർഷ്യത്തിൻ്റെ ഭാഗം കൂടി ആയിരിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ലൈബ്രറിയന്മാർക്ക് ആധുനിക സാങ്കേതികവിദ്യ നല്ല പ്രാവീണ്യമുണ്ടാകുവാൻ നാക്ലിൻ പോലെയുള്ള വിവിധ പരിശീലന പരിപാടികൾ ഡോക്ടർ കൗളിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ഓരോ സെമിനാറുകളും അദ്ദേഹത്തിൻ്റെ സംഘടനാ പരിചയത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കൂടിയായിരുന്നു. ഭാവിയിലെ ലൈബ്രറി സേവനങ്ങളെക്കുറിച്ചും ലൈബ്രറിയന്മാരെക്കുറിച്ചും ഡോക്ടർ കൗളിന് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. വരും കാലങ്ങളിൽ കൂടുതൽ ലൈബ്രറി സർവീസുകൾ പുത്തൻ സാങ്കേതികവിദ്യയുടെ പിൻബലത്തോടുകൂടെ ആയിരിക്കുമെന്ന്, ഡോക്ടർ കൗളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വാല്യൂ അഡീഷനോടുകൂടിയ ആയിരിക്കുമെന്ന് അദ്ദേഹം വിഭാവന ചെയ്തിരുന്നു. ലൈബ്രറി സയൻസ് ഫീൽഡിൽ ഡോക്ടർ കൗൾ തുടങ്ങിവെച്ച ഒരു പിടി നല്ല പ്രവർത്തനങ്ങൾ ഭാവിയിലെ ലൈബ്രറി സയൻസ് പ്രൊഫഷണലുകൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.